നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പൊ ചീരക്കാലം തുടങ്ങിയിരിക്കുകയാണ്. എല്ലാ പറമ്പുകളും തന്നെ ചുവന്ന് തുടുക്കാനായിട്ടുള്ള സമയമായിരിക്കുകയാണ്. നമ്മുടെ ഒരു പ്രിയപ്പെട്ട കർഷക സുഹൃത്തും വഴികാട്ടിയൊക്കെ ആയിട്ടുള്ള പ്രശാന്ത് മുതലാളി ഇവിടെ അതിമാരകമായ കൃഷിയിലാണ്. ചേട്ടാ ഇത്തവണ തകർക്കുവാ? പൊളിച്ചെടുക്കണം. ചീര ഏതാ? ചീര ഇത് പ്ലാത്താങ്കര. ഇതിപ്പോ എത്ര ദിവസമായി ചീര? ഇതിപ്പോ പുതിയ നടിയാണ്. ഇത് 10 ദിവസമായി. 10 ദിവസമായി ആയിട്ടില്ല. ചീര നല്ല അടിപൊളി ചീരയാണ്. ചീര സാധാരണ ആൾക്കാര് ഈ വെതറിയാണ് ചെയ്യണം. നമ്മുടെ നാട്ടിൽ നിന്ന് മാത്രമാണ് നമ്മളിപ്പോ ഈ ട്രേഡകത്തുനിന്ന് പറിച്ചു വെക്കണം. അപ്പൊ അത് തമ്മിലൊരു വ്യത്യാസം ചേട്ടൻ ഈ 2 രീതിയിലും ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ അതിന്റെ വ്യത്യാസം എന്താ? നമ്മള് ഇവിടെ 2 രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ ട്രേയിൽ കിളിപ്പിച്ചെടുത്തതാണ്. ഇതിന്റെ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ ലെവലിൽ പിന്നെ നമുക്ക് വരികയും ചെയ്യും. അതുപോലെ തന്നെ കൂടുതൽ എണ്ണ ഇടാതെ തന്നെ ഇത് അടർത്തിയെടുക്കാൻ പറ്റും. ഇപ്പൊ നമ്മളിപ്പോ ഒരു ഇങ്ങനെ പറിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് വിടർത്തിയെടുക്കാൻ സൗകര്യമാണ്. നമുക്ക് അതായത് ഓരോന്നോ രണ്ടോ ആയിട്ടൊക്കെ നടാൻ പറ്റും. 2 2 3 ഒക്കെ ആയിട്ട് നമുക്ക് നടാം. അങ്ങനെ ഒരു ഗുണമുണ്ട്. പിന്നെ വളർച്ചയുടെ കാര്യത്തിൽ മറ്റതിനേക്കാൾ കുറച്ചുകൂടെ പവർഫുൾ ആയിട്ട് ഇത് വളർന്നു വരുന്നുണ്ട്. ഇത് നമ്മൾ വിതച്ചിരിക്കണതാണ്. അതെ അതെ, ഇതിന്റെ വ്യത്യാസം പെട്ടെന്ന് കാണാൻ പറ്റും അല്ലേ? സെയിം ചീരാരി തന്നെയാണ്. സെയിം ചീരാരി തന്നെയാണ്. ഇത് സെയിം ചീരാരി സെയിം സമയത്ത് തന്നെ ഇട്ടാണ്. സെയിം തന്നെ. പക്ഷെ ഇത് പിന്നെ അല്ലല്ല, ഇത് ദിവസം കുറവാണ്. ഇത് ദിവസം കുറവാണ്. ഇത് ദിവസം കൂടുതലാണ്. പക്ഷെ അതിന്റെ വളർച്ച നമുക്ക് അറിയാൻ പറ്റും. അതെ 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 അതെ. സെയിം ഇത് തന്നെ പ്ലാത്താങ്കര തന്നെ ആയിട്ടിരിക്കുന്നത്. ഇതിനേക്കാളും ഒരു 4-5 ദിവസം മുമ്പ് ഇട്ടതാണ് അത് ഇട്ടതല്ലേ? അപ്പൊ അതിന്റെ ആ വ്യത്യാസം തന്നെ വ്യത്യാസമുണ്ട്. ഇത് നല്ല സൂപ്പർ ഗ്രോത്ത് ആയിട്ടായിരിക്കും. ഇതിപ്പോ നമ്മൾ ഒരുമിച്ച് 2ആയിട്ട് 3ആയിട്ട് നമ്മൾ പകുത്ത് ഈ ഓരോ കുഴിയിൽ നട്ടെന്ന് വെച്ചോ. നട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്തുനിന്ന് ഇപ്പൊ ഇതിന് 3 ചീര നിൽക്കുകയാണ്. 3 ചീര കണ്ട 3 വളർച്ചയാണ് ഒരുമിച്ച് നടുമ്പോൾ. അപ്പൊ നമ്മൾ ഈ ഇങ്ങനെ ചെറുതുള്ളത് ഇങ്ങനെ പറിച്ചെടുത്തിട്ട് അടുത്ത കുഴി കൊണ്ട് കുത്തും. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു കുഴിയിൽ ഒരെണ്ണം എന്നുള്ള രീതി വേണം നമുക്ക് നിർത്താം. അതാണെങ്കിൽ നല്ല ഗ്രോത്ത് കിട്ടും. നല്ല ചീരക്ക് നല്ല ഇലക്ക വലിപ്പം ഉണ്ടാവും, തൂക്കം കൂടും, ചെനപ്പുണ്ടാവും. ഏറ്റവും നല്ല കാര്യങ്ങളൊക്കെ സിംഗിൾ ചീരയാണെങ്കിൽ അങ്ങനെ വരുന്നുണ്ട്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ഇതിപ്പോ ഈ ചീര ഈ കുഴിയിലേക്ക് നട്ടെന്ന് വെച്ചോ. ഇങ്ങനെ നട്ട് കഴിഞ്ഞാൽ ഇതേപോലെ ആയി കഴിയുമ്പോൾ നമ്മൾ ഇതിൽ നിന്ന് ഈ ചീര ഊരിയെടുത്തിട്ട് ഇതുപോലുള്ള കുഴികൾ പുതിയ കുഴികളിലേക്ക് ഇത് നടാം. ഒരിക്കലും ഇത് ഒരെണ്ണം പോലും ഇത് വേസ്റ്റ് വരില്ല. ഓക്കെ ഓക്കെ ഓക്കെ. നമുക്ക് എത്ര ദിവസം കഴിയുമ്പോൾ ഇതൊരു ഹാർവെസ്റ്റിംഗ് നമുക്ക് എടുക്കാം? 25 മുതൽ 28 ദിവസം കൊണ്ട് എടുക്കാൻ പറ്റും. ഓക്കെ 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 ഓക്കെ. അപ്പോൾ നമുക്ക് എന്തായാലും വിളവെടുപ്പിന് അടുത്ത ഒരു വീഡിയോ കൂടി എടുക്കാം. ശരി. ഓക്കെ.